ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്ന് നിങ്ങളോട് ഇപ്പോൾ മിസ് ക്ലാസ് എടുക്കാനൊന്നുമല്ല വന്നിരിക്കുന്നത്. ആൻഡ് ഇന്ന് നിങ്ങളോട് മിസ് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻസിൽ പറയും. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം ഇതിൽ നിങ്ങൾ കുറേ പേരെങ്കിലും പങ്കെടുത്തിട്ടുള്ള നമ്മളുടെ എക്സാം വിന്നറിൻ്റെ മെഗാ ലൈവ് ഈവൻറ്റ്, നമ്മളുടെ ഫസ്റ്റ് ഓഫ്ലൈൻ ഈവൻ്റ് ആയിരുന്നു അല്ലേ. അപ്പോൾ അതിൽ നിങ്ങൾ കുറേ പേര് പങ്കെടുത്തിട്ടുണ്ടാവും. നമ്മളുടെ SLCയിലെയും +2ലെയും നമ്മളുടെ ബാച്ചിലെ കുട്ടികൾ, നമ്മുടെ യൂട്യൂബിൽ നിന്നുള്ള കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമായിരുന്നു അല്ലേ നേരിട്ട് കാണുക എന്നുള്ളത്. അപ്പം നമ്മളാണെങ്കിലും നിങ്ങളാണെങ്കിലും എല്ലാവരും നമ്മളിങ്ങനെ ചാറ്റിലൂടെ മാത്രമാണ് കണ്ടിരുന്നത്. കുറേ പേരൊക്കെ നമ്മളുടെ ഓഫീസിലൊക്കെ വന്ന് കാണാറുണ്ടെങ്കിലും നിങ്ങളായിട്ട് കാണാനും നിങ്ങളോട് സംസാരിക്കാനൊക്കെ പറ്റിയ ഒരു നമ്മളുടെ സ്വപ്നമായിരുന്നു ഈ ഒരു ലൈവ് ഈവൻറ്റ്. ഓക്കെ, അപ്പോൾ അന്ന് നമ്മൾ കുറേ പേരൊക്കെ കണ്ടു. അപ്പോൾ അന്ന് വന്ന കുട്ടികളോടൊക്കെ നമുക്ക് സംസാരിക്കാനുള്ള ചാൻസൊക്കെ കിട്ടി. അപ്പോൾ നമ്മളുടെ കുട്ടികളോട് സംസാരിച്ചപ്പം അവരുടെ പാരൻസ് ആയാലും ഭയങ്കര സന്തോഷത്തിലായിരുന്നു എല്ലാവരും. ആൻഡ് അവരുടെ പാരൻസും അവരൊക്കെ പറഞ്ഞൊരു കാര്യം, പ്രത്യേകിച്ച് പാരൻസാണ് പറഞ്ഞത്, മിസ്സേ ഇന്നലെ ഇവൾ ഉറങ്ങിയില്ല, അല്ലെങ്കിൽ ഇന്നലെ ഇവൻ ഉറങ്ങിയിരുന്നില്ല, ഫുള്ള് ഇതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഉപ്പ പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കയറുമായിരുന്നു, അങ്ങോട്ടേക്ക് കയറാൻ നിൽക്കുമ്പോൾ ഉപ്പ എന്നോട് പറഞ്ഞു, മോൾ ഇന്നലെ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല, മോൾ ചോദിക്കുകയായിരുന്നു ഇത് സത്യമാണോ, ഇത് നടക്കാൻ പോകുന്ന കാര്യമാണോ എന്നൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഉറങ്ങാൻ പറ്റാതെ ഇങ്ങനെ എഴുന്നേറ്റൊക്കെ ചോദിക്കുന്ന ആ ഒരു അവസ്ഥ. ഓക്കെ, അപ്പം ഈ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും സ്വപ്നമായിരുന്നു. അപ്പോൾ ആ സ്വപ്നം നടക്കാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് എന്താണ് ഉറക്കം പോലും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. യെസ്, അപ്പോൾ നമ്മളുടെ APJ സാർ പറഞ്ഞതുപോലെ, APJ അബ്ദുൽ കലാം നമ്മളുടെ രാഷ്ട്രപതി പറഞ്ഞതുപോലെ എന്താണ്, നിങ്ങളുടെ ഡ്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കണം, നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്നതായിരിക്കരുത്, നിങ്ങളെ ഉറക്കം കെടുത്തുന്നതായിരിക്കണം അല്ലേ. ഇതെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ലൈവ് ഈവൻ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പം പലർക്കും ഉറങ്ങാൻ പോലും പറ്റുന്നില്ല, ഉറങ്ങാതെ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഈവൻ്റ് അനൗൺസ് ചെയ്ത് കുറേ മുമ്പ് മുതൽ തന്നെ നടക്കും എന്നുള്ളത് നമ്മളിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ, നമ്മൾ നേരിൽ കാണാനും സംസാരിക്കാനും ഒക്കെ ആയിട്ട്. അപ്പം നിങ്ങളുടെ ഉറക്കം കെടുത്തിയൊരു സംഭവമായിരുന്നു ഇത്, നിങ്ങളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ മിസ്സ് പറയുകയാണ്, നമ്മളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളെല്ലാവരും ഇപ്പോൾ കാണുന്ന, നിങ്ങളെല്ലാവരും കുറേ പേര് നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും അല്ലേ. അപ്പം നിങ്ങളിങ്ങനെ നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ KEAMന് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ ലൈഫ് സെറ്റാക്കാനാണ് അല്ലേ, നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യാനാണ് ആണല്ലോ. യെസ്, ഡോക്ടർ ആവാം, എൻജിനീയർ ആവാം, അല്ലെങ്കിൽ ഏതൊരു പ്രൊഫഷൻ ആയിക്കോട്ടെ, ഇത് നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളുടെ ഡ്രീമാണ്. അപ്പോൾ ഈ ഡ്രീം നിങ്ങളുടെ ഉറക്കം കെടുത്താറുണ്ടോ? ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, നിങ്ങൾക്ക് കമൻസിൽ പറയാം. ഓക്കെ, ഈ ഒരു സ്വപ്നം, നിങ്ങളുടെ ലൈഫ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഈ ഒരു സ്വപ്നം നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നില്ലെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. കാരണം അതിനൊരു ലൈവ് എവിഡൻസ് നമ്മൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്താണ്. ഈ ഒരു ഈവൻറ്റ് നടക്കാൻ വേണ്ടി പോയപ്പോൾ കുറേ പേർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഈവൻ മിസ്സിനാണെങ്കിൽ പോലും എന്താണ്, നാളെ എല്ലാവരെയും കാണുകയാണ്, ആദ്യമായിട്ട് കാണാൻ നമുക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല അല്ലേ. ഇതിപ്പോൾ ഈ കാര്യം മാത്രമല്ല, എന്തൊരു കാര്യം നമ്മൾ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു കാര്യത്തിന് തലേന്ന് നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, രാത്രി നമുക്ക് ഉറങ്ങാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നിങ്ങളുടെ ലൈഫ് സെറ്റാക്കുന്ന നിങ്ങളുടെ ആ ഡ്രീമിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുന്നില്ല? നമുക്ക് ഉറങ്ങാൻ പോലും പറ്റാത്ത ആ ഒരു അവസ്ഥയിലേക്ക്, പഠിക്കണം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എന്തുകൊണ്ട് എത്തിയില്ല? എത്തിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ലത്, നിങ്ങൾ നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ പോവാണ്. അങ്ങനെ എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവുമെന്ന് വേണ്ട, നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു നിമിഷമാണ്. എന്താണ്, നമ്മൾ ഇനിയും പഠിക്കേണ്ടിയിരിക്കണം അല്ലേ. നമ്മൾ ആർക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്? ഇപ്പം നമ്മളിവിടെ കളിച്ച് ചിരിച്ച് നമ്മൾ മൊബൈലിൽ ടൈം ചെയ്യുന്ന ഈ സ്പെൻഡ്, യൂട്യൂബിൽ സ്പെൻഡ് ചെയ്യുന്ന ഈ ടൈം, ഇൻസ്റ്റഗ്രാമിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈം നമ്മളുടെ ജീവിതം, നമ്മളുടെ ഡ്രീം നമുക്ക് തരുമോ? ഒരിക്കലും ഇല്ല. നിങ്ങളിപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ടൈമാണ്, അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നിങ്ങളുടെ ഡ്രീമിലേക്ക് എത്തേണ്ട ഒരു സമയമാണ്. അപ്പം നിങ്ങളിങ്ങനെ കളിച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു സ്വപ്നത്തിലേക്ക്, നമ്മളുടെ ഉറക്കം കെടുത്തുന്ന രീതിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും? സിമ്പിളാണ്. നമ്മളെപ്പോഴാണ് ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് ചിന്തിച്ചത്? നമ്മളുടെ ഈ ഒരു മെഗാ ലൈവ് ഈവൻറ്റിനെ കുറിച്ച് ചിന്തിക്കുകയാണ് അല്ലേ. നമ്മൾ ഡേ ബൈ ഡേ നമ്മളെന്താണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇങ്ങനെ ഉണ്ടാകും, ഈ പ്രോഗ്രാംസ് ഉണ്ടാകും, നിങ്ങൾക്ക് അവാർഡ് ഉണ്ടാകും, അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ.
പക്ഷേ നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ അതുപോലെ ഡേ ബൈ ഡേ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? നിങ്ങൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാറുണ്ടോ? ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി മുതലെങ്കിലും കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ് അതിനു വേണ്ടി എടുത്തു തുടങ്ങുക. ഓക്കെ, ഇന്നാണെങ്കിൽ നിങ്ങൾക്കൊണ്ട് പറ്റുന്ന, അപ്പം ഭയങ്കര ഭീകരമായിട്ട് തുടങ്ങിയിട്ടില്ലെങ്കിലും ഇന്ന് മുതൽ തുടങ്ങുക. കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. നിങ്ങൾക്ക് അറിയാത്ത ടോപ്പിക്കാണെങ്കിൽ അവിടെ പഠിച്ചു തുടങ്ങുക. അങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ് പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മളിൽ തന്നെ ഒരു ഫയർ വരാൻ തുടങ്ങും. യെസ്, ഞാൻ എൻ്റെ ഡ്രീമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പോകെ നമ്മൾക്ക് ഉറങ്ങാൻ കിടന്നാൽ പോലും എന്താവില്ല, ഉറക്കം വരില്ല. എന്നാൽ ഒരു 2-3 ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്തിട്ട് കിടന്നാലോ? അങ്ങനെ നമുക്ക് തോന്നും. അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നിർത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഡ്രീമിനെ ആഗ്രഹിച്ചു തുടങ്ങണം. അങ്ങനെ നിങ്ങൾ അതിനു വേണ്ടി പരിശ്രമിച്ചു തുടങ്ങണം. ആ സമയത്താണ് നമ്മളുടെ വിക്ടറി, നമ്മളുടെ ഡ്രീം നമ്മൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ കുട്ടികൾ ആ ഒരു ലെവലിലേക്ക് എത്തണം. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നിങ്ങൾക്ക് തരും. ഞങ്ങളുടെ കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, പതിയെ എന്തായാലും നമ്മൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന ഈ സമയം നമുക്ക് തിരിച്ചു കിട്ടില്ല. ഓക്കെ, നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്താൽ, ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഇനി വരുന്ന 2-3 വർഷങ്ങൾക്കുള്ളിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ +1 ആണെങ്കിൽ നിങ്ങളുടെ +2 കഴിഞ്ഞ് നിങ്ങളുടെ നീറ്റ് എക്സാം, യെസ്, നിങ്ങൾക്ക് കിട്ടി. നിങ്ങൾ KEAM എക്സാമിനാണെങ്കിൽ നിങ്ങൾ +1 കഴിഞ്ഞ് +2 കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടി. ഇനിയിപ്പോൾ നിങ്ങൾ +2 ആണെങ്കിൽ വളരെ അടുത്ത വർഷം തന്നെ നമ്മൾ നീറ്റ് എക്സാം ഉണ്ടാകും. നിങ്ങളുടെ റിസൾട്ട് നിങ്ങളുടെ കയ്യിൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. റിസൾട്ടിൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടാവുന്ന ആ ഒരു മൊമെൻ്റ് ആലോചിച്ച് നോക്കൂ. എന്തായിരിക്കും? നമ്മളിനി വെറുതെ ഒരു വർഷം കൂടി റിപ്പീറ്റ് ചെയ്ത് കളയാനൊന്നുമില്ല. ഈ സമയത്ത് നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഉറക്കം പോകുന്ന രീതിയിലേക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, നെക്സ്റ്റ് ഇയർ ഈ ഒരു സമയമാകുമ്പോൾ എന്തായിരിക്കും? നിങ്ങൾ സേഫായിരിക്കും. നിങ്ങൾ നല്ലൊരു മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ എയിംസ് പോലത്തെ സ്ഥലങ്ങളിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. സോ ആ ഒരു മൊമെൻറ്റ് ഡ്രീം ചെയ്യുക. ആ ഡ്രീം നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ലെവലിലേക്ക് എത്തട്ടെ എന്ന് വെച്ച് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ആൻഡ് അടിപൊളിയായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.